തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഞായറാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷിനെ അറസ്റ്റ് ചെയ്തത്. എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്ത് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യമാണ് സതീശന് അനുവദിച്ചത്. കൊല്ലം സ്വദേശി അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് സതീഷ് ശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. UAE-യിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിനെ കൈമാറുകയായിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. അറസ്റ്റിന് പിന്നാലെ സതീഷിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. കൊല്ലം സെഷൻസ് കോടതിയാണ് സതീഷിന് ജാമ്യം അനുവദിച്ചത്. 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യമാണ് അനുവദിച്ചിട്ടുള്ളത്. തേവലക്കര സ്വദേശിനി അതുല്യ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസ് കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ജൂലൈ 19-നാണ് ചവറ തെക്കുംഭാഗം കോയിവിള സ്വദേശിനി അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷ് ശങ്കറിന്റെ നിരന്തര പീഡനവും ഉപദ്രവവുമാണ് അതുല്യയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പരാതി. ഭർത്താവിന്റെ ഉപദ്രവം സംബന്ധിച്ച് അതുല്യ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും ഭർത്താവ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ ദുബായിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ കമ്പനി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ന്യൂസ് ബ്യൂറോ, ചവറ.